നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ നീലക്കുറിഞ്ഞിക്ക് നീല നിറം ഇന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ നീലക്കുറിഞ്ഞിക്ക് നീല നിറം ഇന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ ആയിരം ചോദ്യങ്ങൾ ചോദിച്ച് കാലമിതോർക്കുന്നു ഞാൻ എന്തിനു അമ്മതനുത്തരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ പള്ളിയിലപ്പത്തിന് ഇത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു എന്നമ്മ പറഞ്ഞു തന്നു നീലക്കുറിഞ്ഞിക്ക് നീല നിറം ഇന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ ഗ്ലൗസ് കത്തി പറഞ്ഞു തരാം. നിങ്ങൾ ഇരിക്കേതായാലും പരീക്ഷണങ്ങളാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ആദ്യം പരീക്ഷിച്ച് തരാം. എനിക്ക് ഇങ്ങോട്ട് വന്നതാണോ അതോ വേറെ എങ്ങോട്ടേലും പോകാനായിട്ട് ഇറങ്ങിയതാണ്? ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ. അത് നാളെ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മുടെ പണി ഇതൊക്കെയാണ്. പഠന പ്രഘോഷണം പുതിയ രീതിയിൽ നടത്തുകയാണ്. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി നാളെ കാണിക്കുമ്പോൾ ഇത് ശരിയാണോ എന്നൊന്ന് ആദ്യം നോക്കിയിട്ട് വേണ്ടേ കാണിക്കാൻ. ഞങ്ങളും കൂടാൻ വേണി. ഇത് 2 മഷിയാണ്. ഇത് ചുമപ്പ് മഷി, ഇത് നീല മഷിയാണ്. ഇവിടെ
ഇതറിയാമല്ലോ, ഇത് സ്പോഞ്ച്. ഇത് സ്പോഞ്ച്. ഇതിപ്പോൾ ഞാനിപ്പം മുറിച്ച് വെച്ചതാണേ. ഇനി ഇതിനകത്തേക്ക് ഈ മഷി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവുക. ഇനി ഈ ഒരു ഗ്ലാസ്സിനകത്തേക്ക് നീല മഷിയാട്ടോ. നമ്മൾ പണ്ടൊക്കെ പേനയ്ക്കകത്ത് ഒഴിക്കുന്നത് ഇതായിരുന്നേ. ഇപ്പം വേറെയാ അല്ലേ? ഇപ്പം എല്ലാം മഷിപ്പേന ഇല്ല ഇപ്പം. പാർക്കറിനൊക്കെ ഉണ്ട്. ചിലരൊക്കെ എന്തിനൊക്കെയോ എന്താ റെക്കോർഡ് എഴുതാൻ അങ്ങനെയൊക്കെ. ഇത് വെറും വെള്ളം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തൊന്ന് ഊറ്റി ഒഴിച്ചതാണ്. ഇതിപ്പോൾ ഈ സ്പോഞ്ച് ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നിറം തന്നെ ഇതിൻ്റെ വൈറ്റ്. ഇത് നീലമഷിയല്ലേ? ഈ നീലമഷി ഞാനിത് ഇടാൻ പോവാം. ഇനി ഇതിൻ്റെ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ തന്നെ ഒരു കഷ്ണമായത് ഇതിനകത്തേക്ക്. അത് ചുവന്ന മഷിയാണ്. ഇനി ഇത് ഞാൻ വെള്ളത്തിലിടുക. അത് കയ്യാലെ പറ്റിയത്. കത്തിയും കൊണ്ടൊന്നും അത് ശരിയാ, കത്തിയും കൊണ്ട് മുറ്റേണ്ട. ഗ്രേസിക്കാണ് അതിൻ്റെ വിവരം അറിയാവുന്നത്. അത് മുങ്ങി കണ്ട. ഇനിയിപ്പോൾ അത് മുക്കിയ അതേൽ ഇതാകും. മതി. ഇതിലേക്ക് വെച്ചോ. അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ട് വെച്ചാൽ മതിയായിരുന്നു അല്ലേ? കുഴപ്പമില്ല. കവറിനകത്തിട്ട് ഈ വെള്ളത്തിലേക്ക് വെച്ചാലോ? ഇല്ല, ആ കവറിനകത്ത്. ഇപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിള്ളേരെയൊക്കെ എപ്പോൾ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. ചെറുപ്പം നമ്മളൊക്കെ പറയും ചെറുപ്പം മുതൽ പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് മുതലേ പഠിപ്പിക്കാൻ തുടങ്ങണം ശരിക്കും അല്ലേ? അതിന് മുമ്പേ തുടങ്ങണം. ദമ്പതികൾ ഒരുമിച്ച് തുടങ്ങണം. ഹൃദയത്തിലൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം തുടങ്ങുമ്പോൾ മുതൽ കുഞ്ഞിനെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പം ഞാൻ നാളെ എടുക്കാൻ പോകുന്ന വചനം സുഭാഷിതങ്ങൾ 22:6. എന്നാന്ന് ഓർമ്മയുണ്ടോ? ഇല്ല അല്ലേ? ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക, പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിൽ അതിൽ നിന്ന് പിന്തിരികയില്ല. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ശൈശവത്തിൽ തന്നെ നമ്മൾ എന്ത് പഠിപ്പിച്ചാലും, പണ്ടൊരു ആപ്തവാക്യമില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ, പിന്നെ ഉണ്ടല്ലോ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഇപ്പോൾ അതൊന്നും ഇല്ല. ന്യൂ ജനറേഷൻ അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതേപോലെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പരിശീലിപ്പിക്കാനാണ്. അത് പേരൻസാണ് ചെയ്യേണ്ടത്, മാതാപിതാക്കളാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശൈശവത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം കൂടുതലുണ്ട്. സൈക്കോളജിക്കലി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ബേസ്മെൻറ്റ് അടിത്തറ പാകുന്ന കാലഘട്ടം 6 വയസ്സിന് മുമ്പാണ്. അപ്പോൾ ഈ 6 വയസ്സിന് മുമ്പ് അതിൻ്റെ ബേസ്മെൻറ്റ് ഇട്ടു. ഇപ്പം നമുക്കറിയാം ഒരു കെട്ടിടം, ഒരു 10 നിലയുള്ള ഒരു ബിൽഡിങ് നമുക്ക് പണിയിടുമ്പോൾ. ഇന്നാളൊരു ദിവസം ഞാൻ എറണാകുളത്തൊരു ബസ്സിന് പോകുക. അപ്പം ഇങ്ങനെ കാണുക, ഭയങ്കര ആഴത്തിൽ താഴേക്ക് കുഴിച്ചേക്കുക. അത്ര ഒത്തിരി ആഴത്തിൽ ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ പണിക്കാർ നിന്ന് ഇറങ്ങി നിന്നിങ്ങനെ. അപ്പം ഞാൻ ഓർത്ത് ഇതിന് മാത്രം കുഴി എന്തിനാ? അന്നേരം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, അവർ എൻജിനീയറിങ് കഴിഞ്ഞതാണ്. അപ്പോൾ എന്നോട് പറയാം, എൻ്റെ അനുസരിച്ച് അത് ആ കെട്ടിടം എത്ര ഉയരത്തിൽ ഉയർന്നുയർന്ന് പോകുന്നു അതിനനുസരിച്ച് അടിയിൽ, ഭൂമിക്കടിയിൽ അതിൻ്റെ ബേസ്മെൻറ്റ് വേണം. അത് ആ അടിത്തറ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പണിയുന്നതെല്ലാം പൊഴിഞ്ഞു വീഴും എന്ന്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഈ അടിത്തറ എന്തുമാത്രം ഉറപ്പുണ്ടോ അത്രയും മുകളിലേക്ക് പണിയുന്നത് നിലനിൽക്കും. അപ്പം നമ്മുടെ വ്യക്തിത്വത്തിൽ കുട്ടികളുടെ ആ ശൈശവ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലതായിട്ട് അവരുടെ സ്വഭാവത്തിൻ്റെ ബേസ്മെൻ്റ് ഇടണം. അതാണ് ഈശോയും പറഞ്ഞ ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കുക. നടക്കേണ്ടുന്ന വഴി ഏതാ? ഈശോയുടെ വഴി. സത്യം ഈശോയാണല്ലോ. അപ്പോൾ ഈശോയുടെ വഴി കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനെടുത്തിട്ടിരിക്കുന്നത് ഈ സ്പോഞ്ചാണ്. ഇത് വെള്ളയല്ലേ? ഈ വെള്ള സ്പോഞ്ച് മുറിച്ച് 3 കഷ്ണമാക്കി, ഒന്ന് നീല മഷിയിലിട്ടു, ഒന്ന് ചുവന്ന മഷിയിലിട്ടു, ഒന്ന് വെള്ള നിറം അതിനകത്തിട്ടു. അപ്പം ഇതിനകത്തെ വ്യത്യാസം എന്നാ? 3 കളറായി അല്ലേ? അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പോഞ്ചിൻ്റെ കഷ്ണം ഇപ്പം എന്നാ നിറമായി? ഇത് നമ്മളിട്ട കഷ്ണം ഏതായിരുന്നു? വൈറ്റായിരുന്നു. ഇത് നീല നിറമായി. ഇത് കണ്ടോ? നമ്മളിട്ടത് ഏത് നിറമായിരുന്നു? വെള്ള നിറം. ഇത് ഈ നീല മഷിയിലിട്ടപ്പോൾ അത് നീലയായി.
ഇനി ഇതിനകത്ത് ഇത് ഏത് നിറമായിരുന്നു? വൈറ്റ് ആയിരുന്നു, ഇപ്പൊ റെഡ് ആയി. ഇത് വൈറ്റ് സ്പോഞ്ചാണ്, വെള്ള നിറമായിരുന്നു. പക്ഷേ ഇത് ചുമപ്പിലിട്ടപ്പോൾ എന്നാ നിറമായി? ചുവന്ന നിറമായി. അതേസമയം ഇതേ സെയിം കഷ്ണം നമ്മൾ ഇതിനകത്തിട്ടു, വെള്ളയിലിട്ടപ്പോൾ എങ്ങനെയാ അത്? വൈറ്റ് ആയിട്ട് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇതാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിൽ ഈ 6 വയസ്സിന് മുമ്പുള്ള കുടുംബത്തിലെ സാഹചര്യം അതെന്താണോ അത് ആ മക്കളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ 6 വയസ്സിന് മുമ്പ് അവരുടെ ബേസ്മെൻ്റ് ഇടുക, പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണം അതിൻ്റെ അടിത്തറ ഇടുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പം ഈ നീലമഷി പോലെ നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും തമ്മിൽ അടിയ്, ദമ്പതികൾ തമ്മിൽ പ്രശ്നം, മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നം, കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും വഴക്കും തമ്മിത്തല്ലും ഒക്കെ ആണെങ്കിൽ ആ സാഹചര്യത്തിൽ വളരുന്ന ഒരു കുഞ്ഞ് അതെല്ലാം ആർജിച്ചെടുക്കും. അപ്പോൾ ഒരു കുഞ്ഞ് പഠിക്കുന്നത് ആദ്യം കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ആദ്യം മാതാപിതാക്കളിൽ നിന്ന്, പിന്നെ അവൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, പിന്നെ കുടുംബാംഗങ്ങളിൽ നിന്ന്, പിന്നെ അയൽവാസികളിൽ നിന്ന്, പിന്നെ സ്കൂള് കോളേജ് തല സമൂഹം, ഇങ്ങനെയാണ് കുഞ്ഞ് പഠിച്ചു വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഏറ്റവും ആദ്യ പാഠശാല കുടുംബമാണ്. അതിൽ അധ്യാപിക അമ്മയാണ്, അപ്പനും അമ്മയാണ് ആദ്യത്തെ അധ്യാപകർ. അപ്പോൾ ഈ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഈ കുഞ്ഞിലേക്ക് കിട്ടുന്നതെല്ലാം എന്താണോ അതനുസരിച്ച് ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ബേസ്മെൻ്റ് ആയിക്കഴിയും. അതേസമയം നല്ല സ്നേഹവും സന്തോഷവും നല്ല സമാധാനവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ വൃത്തിയിലും കൃത്യനിഷ്ഠയിലും വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വം ആ രീതിയിൽ ഫോം ചെയ്യും. ഇപ്പോൾ നീല മഷിയിലിട്ടത് നീല നിറമായി, ചുവന്ന മഷിയിലിട്ടത് ചുവന്ന നിറമായി. അതുപോലെ ഏറ്റവും ആത്മീയതയിൽ നല്ല ആശ്വാസത്തിലും സ്നേഹത്തിലും വാത്സല്യത്തിലും ദൈവീക സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കുടുംബാന്തരീക്ഷം. അവിടെ എല്ലാ അംഗങ്ങളും മെമ്പേഴ്സും അങ്ങനെയാണ്. അപ്പോൾ ഈ വെള്ള നിർത്തിയിട്ടത് വെള്ളയായിട്ട് തന്നെ ഇരിക്കുന്നു, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം മാറ്റാണ്ട ആ ലെവലിലാണ്. അതുപോലെ ഇത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അതിൻ്റെ മനസ്സ് ഇങ്ങനെയാണ്, തൂവെള്ള കടലാസ് പോലെയാണെന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ തൂവെള്ള കടലാസ് പോലെയാണ്. ആ തൂവെള്ള കടലാസ് പോലെ ഇരിക്കുന്ന ആ മനസ്സാണ് ഈ കലുഷിതമായ അന്തരീക്ഷം കുടുംബാന്തരീക്ഷത്തിൽ കിട്ടുമ്പോൾ ആ തൂവെള്ള കടലാസിലേക്ക് ഈ കലുഷിതമായതെല്ലാം വന്നു ചേരുക. അതുപോലെ തന്നെ അല്ലാതെ ഇപ്പോൾ ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് മാത്രമാണ് ഒരു കുഞ്ഞിനെ ആ ലെവലിലാണ്, എല്ലാം ഉണ്ട്, സമ്പത്ത് കൊണ്ട് എല്ലാം ഉണ്ട്, ആ ലെവലിൽ കുഞ്ഞ് ആ ലെവലിൽ വളർന്നു വരിക. ആത്മീയ തലത്തിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന ആ അന്തരീക്ഷത്തിലാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നതെങ്കിൽ കുഞ്ഞ് അത് ആർജിച്ചെടുക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിയെടുക്കണ കള്ളനോ കൊലപാതകയോ അല്ലെ വൈദികനോ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിത്വമാക്കി രൂപീകരിച്ചെടുക്കണമെങ്കിൽ അവൻ അങ്ങനെ ആയി തീരണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ 6 വയസ്സിന് മുമ്പുള്ള കാലഘട്ടം നമ്മൾ നോക്കിയാൽ മതി. അതാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പോലും പല വിദേശ രാജ്യങ്ങളിലും ഈ നേഴ്സറി കുഞ്ഞു ക്ലാസ് ഉണ്ടല്ലോ, കിൻഡർ ഗാർഡൻ, പ്ലേ സ്കൂള്, അവിടെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ഏറ്റവും ഹൈലി ക്വാളിഫിക്കേഷൻ വേണ്ടിയതും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സ്വഭാവമൊക്കെ നന്നായി ഇരിക്കേണ്ടതാണ്. അവിടെയാണ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവരെയൊക്കെ കൂടുതൽ പ്രാധാന്യം ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുമാണെന്നാണ് അവിടെയൊക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ചേച്ചിയുടെ ബൈബിൾ നഴ്സറി അതിന് വളരെ നല്ല അതല്ല, ഇതുകൊണ്ടല്ലേ നമ്മൾ ബൈബിൾ നഴ്സറിയൊക്കെ ഇപ്പോൾ തുടങ്ങി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ബേസ്മെൻറ്റ് ശരിയായില്ല എങ്കിൽ ഇപ്പോൾ എത്ര പറഞ്ഞാലും കുടുംബത്തിൽ മാതാപിതാക്കളുടേത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു ഞാൻ മനസ്സിലാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലെങ്കിൽ അതൊന്ന് ഗ്രാഹ്യമാകുകയല്ലേ. കാരണം ഈശോ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കാണോ ക്ലാസ്? അല്ല, അമ്മമാർക്ക് എടുക്കാനുള്ള ക്ലാസ്സായത്. അതുപോലെ ഈശോ നമ്മളോട് പറഞ്ഞിരിക്കണേനാ, പേരൻസിനോട് പറഞ്ഞിരിക്കുന്നതെന്നു വെച്ചാൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം. ഇന്ന് നമുക്ക് അക്കാഡമിക്കലായിട്ട് ഒരു കോളേജിൽ നിന്നും അതിനുള്ള സ്റ്റഡീസൊന്നും കിട്ടുന്നില്ല. ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കണം, അല്ല ആത്മീയതയിൽ എങ്ങനെ ജീവിക്കണം. അപ്പം നമുക്ക് ഈശോ പറഞ്ഞു തന്നേക്കുന്നത് എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ളത് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാരെ നിങ്ങൾ മക്കളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. അപ്പോൾ ആരുടെ ശിക്ഷണവും ഉപദേശമോ? കർത്താവിൻ്റെ ശിക്ഷണവും ഉപദേശത്തിലും വളർത്തുക. അപ്പോൾ പേരൻസ് കർത്താവിൻ്റെ ശിക്ഷണം എന്താണ്, ഉപദേശം എന്താണെന്ന് അവർ ഗ്രഹിച്ചിട്ട് അവരതനുസരിച്ച് അവരുടെ വീട്ടിൽ പെർഫോം ചെയ്യുക. അവരുടെ കുടുംബാംഗങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ
ഈ 6 വയസ്സ് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ ഈ കുഞ്ഞ് ഇത് കണ്ട് കേട്ട് അനുഭവിച്ച് ആർജിച്ചെടുക്കും. അപ്പോൾ അവൻ കർത്താവിൻ്റെ ശിക്ഷണ ഉപദേശം അവൻ ആർജിച്ചെടുക്കുക, അങ്ങനെ അവൻ സ്വീകരിക്കുക. അതുപോലെ സങ്കീർത്തനം 78 നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കണമെന്ന് കൃത്യം പറഞ്ഞു വെച്ചിരിക്കുക. കാരണം എന്തിനാണ് നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം തന്നേക്കുന്നത്, പ്രമാണങ്ങൾ തന്നെ. അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി, ഇസ്രയേലിന് നിയമവും. ഇതെന്തിനാണ് നൽകിയതെന്നാണ്? അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ദൈവത്തെക്കുറിച്ച് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അത് എന്ന് പഠിപ്പിക്കണം? നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അവരുടെ മക്കളെ പഠിപ്പിക്കണം, അവരുടെ മക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ ഇപ്പം ജനിച്ചിട്ടില്ലാത്ത തലമുറ, തങ്ങളുടെ മക്കൾക്ക് വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും. ഇപ്പം നമ്മൾ പഠിച്ചു, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ മക്കൾ അവർക്ക് ജനിക്കാനിരിക്കുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ മക്കൾ അത് പഠിച്ചിട്ട് പിന്നെ ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, പ്രവൃത്തികൾ, ജോലികൾ ചെല്ലുമ്പോൾ, അതുപോലെ നമ്മുടെ ജീവിത സാക്ഷ്യം വചനം അനുസരിച്ചുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. ഒരു സ്ഥലം മേടിക്കുന്നു, നമ്മൾ പിള്ളേരൊക്കെ ചുറ്റും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ കരുതുന്നില്ല. സ്ഥലം മേടിക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ 50 ലക്ഷം രൂപയ്ക്ക് സ്ഥലം മേടിക്കുമ്പോൾ എത്ര ലക്ഷത്തിൻ്റെ മുദ്രപത്രം മേടിക്കണം, എത്ര ലക്ഷത്തിൻ്റെ മുദ്രപത്രം മേടിച്ച് സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കണ്ടേ? അത് അടയ്ക്കണമല്ലോ. അവർ പറഞ്ഞു, അന്നേരം അപ്പനിരുന്ന് പറയാം, അത് നമുക്കൊരു കാര്യം ചെയ്യാം, പകുതി കാണിച്ചാൽ മതി, 50 ലക്ഷം കാണിക്കണ്ട, 25 ലക്ഷം കാണിച്ചാൽ മതി, അപ്പം നമുക്ക് അത്രയും പൈസ ലാഭമാണ്. അങ്ങനെ കാണിച്ചു അത് മേടിച്ച് 25 ലക്ഷത്തിന് കള്ളാധാരം നടത്തുക. ആരാ കണ്ടോണ്ടിരിക്കണേ? കൊച്ചുമക്കൾ. ദൈവം കാണുന്നത് ഓക്കെ, നമ്മളെ ദൈവം കണ്ടോണ്ടിരിക്കുന്നു. ഈ കൊച്ചുങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നേ? രാജ്യത്തെ വഞ്ചിക്കാൻ, മനുഷ്യനെ പറ്റിക്കാൻ, കള്ളത്തരം പറയാൻ. ഇത് ദൈവവചനമല്ല. അപ്പം ദൈവവചനം അനുസരിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ വചനം വേണം, അത് അധരത്തിലൂടെ പുറത്തു വരണം. പുറത്തു വരുമ്പോൾ സംസാരം മാത്രമല്ല, പ്രവൃത്തി. അപ്പം മക്കളെ, തലമുറയെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചുമ്മാ പുസ്തകം വായിച്ചു കൊടുത്ത് പഠിപ്പിക്കുമല്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊരു സാഹചര്യം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ വന്നു, സ്ഥലം മേടിക്കുന്നു, അല്ല സ്ഥലം കൊടുക്കുന്നു. അപ്പം നമ്മൾ അതിനകത്ത് ലാഭം നോക്കിയിട്ട് നമ്മൾ ദൈവത്തെ മറന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് മക്കൾക്ക് ദുർമാതൃക കൊടുക്കുക. അവരെ 6 വയസ്സിന് മുമ്പ് തന്നെ കള്ളം പറയാൻ പഠിപ്പിക്കണു, സർക്കാരിനെ വഞ്ചിക്കാൻ പഠിപ്പിക്കണു, ദൈവത്തെ മറക്കാൻ പഠിപ്പിക്കണു. ശരിക്കും മാതാപിതാക്കൾ എന്തുമാത്രം ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതനുസരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാൻ പോലും. അത്ര സൂക്ഷിക്കണം. അതാ ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അപ്പം യാത്ര പോവുക, വഴി നിൽക്കുന്ന ഒരാളെ കണ്ടു, അതിനെ ഒന്ന് പരിഹസിക്കുമ്പോഴോ ആരാ കൂടെ നിൽക്കണേ? കൊച്ചുങ്ങൾ. പിള്ളേർ കേട്ടു. കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ശണ്ട കൂടിക്കൊണ്ട്, പരാതി പറഞ്ഞുകൊണ്ട്, നിരാശപ്പെട്ടുകൊണ്ടൊക്കെ ജീവിതം കാണിച്ചു കൊടുക്കുക മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു തരികയാണ്, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പം അതുകൊണ്ട് ശരിക്കും നമ്മളിതൊക്കെ ചെയ്ത് ജീവിക്കണമെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചാൽ മാത്രമേ നമുക്കിത് അവർക്ക് കൊടുക്കാൻ പറ്റൂ. അല്ല, നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ചെറിയ ചെടിയല്ല, നമ്മൾ മരത്തയ്യ്, ഇപ്പം മാവാണേ പോലും ഒരു മാവിൻ തൈ അല്ലെ ഒരു പാവൽ നമ്മൾ വളർത്തുമ്പോൾ ആ പാവൽ കുഞ്ഞായിരിക്കുമ്പോൾ അതിന് കയറ് കെട്ടി നമ്മളതിൻ്റെ പൊസിഷൻ ഡയറക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ആ കയറ് കെട്ടിയേക്കുന്ന അതിലെ തന്നെ അത് വളർന്ന് പുഷ്പിച്ച് പന്തലിൽ കൂടെ കയറി നടക്കും. അതേസമയം അത് വളർന്നു അതിന് ഇഷ്ടമുള്ളിടത്തൂടെ അത് പടർന്നു പന്തലിച്ചിട്ട് അവിടുന്ന് പറിച്ചിട്ട് പിന്നെ നമ്മൾ 2 കയറ് കെട്ടി അത് ഇതിലേ പോകുമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, പറിച്ചെടുക്കുമ്പോൾ മുറിഞ്ഞു പോകും അല്ലേ? അപ്പോൾ അത് നശിച്ചു പോകും ആ ചെടി. ഇതുപോലെയാണ് ശൈശവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദൈവിക സ്നേഹം, ദൈവത്തിൻ്റെ വഴി മാതാപിതാക്കളുടെ വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും പ്രവൃത്തിയിലൂടെ അവർ പഠിപ്പിക്കണം.
അതിനാ നമ്മുടെ ദൈവം നമ്മളെ വിവാഹം എന്ന കൂദാശയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അതിനാ ദൈവത്തോട് സഹകരിച്ച് ദൈവമക്കളെ ജനിപ്പിച്ച് ദൈവമക്കളാക്കി വളർത്തുക. അതാണ് വിവാഹം എന്ന കൂദാശയുടെ രണ്ടാമത്തെ ലക്ഷ്യം. മക്കളെ ദൈവമക്കളായിട്ട് വളർത്തുക. അതുപോലെ ഇതൊക്കെ നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മൾ ശരിക്കും ദൈവത്തിന് സമർപ്പിക്കണം നമ്മുടെ മക്കളെ. അല്ലാണ്ട് പറ്റില്ല. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു ലക്ഷ്യം, ശീലം നമ്മുടെ ഹൃദയത്തിൽ വേണം. അത് നമുക്ക് ഈശോ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യോസേപ്പ് പിതാവ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം. അപ്പോൾ അവർ സമർപ്പിക്കുക. ശിശുവിൻ്റെ, അതായത് 2-ാം അധ്യായം 21, ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ തിരുക്കുടുംബം എങ്ങനെയാണ് ജീവിച്ചത്? ദൈവത്തിൻ്റെ നിയമങ്ങളും അനുസരിച്ചു. അവർ മോശയുടെ നിയമം അനുസരിച്ചു. അന്നത്തെ അന്ന് ആ ജീവിതകാലത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സകല നിയമങ്ങളും മോശയുടെ നിയമം യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും പാലിച്ചു. അവർ ഈ ഉണ്ണീശോയെ കൊണ്ടുപോയി ദേവാലയത്തിൽ സമർപ്പിച്ചു. അതുപോലെ 1 സാമുവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, സാമുവേലിൻ്റെ പുസ്തകത്തിൽ സാമുവേൽ ഉണ്ടായിക്കഴിഞ്ഞ് ഇല്ല, കുഞ്ഞുണ്ടാകാതെ ഇരുന്നിട്ട് ഹന്ന പ്രാർത്ഥിച്ച് കൊച്ചിനെ കിട്ടി. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. എൽക്കാന അന്നായുടെ ഭർത്താവാണ്. എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലി അർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ, അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നു കൊള്ളാം. എൽക്കാന അവളോട് പറഞ്ഞങ്ങനെ സമ്മതിച്ചു. ലാസ്റ്റ് വചനം 21, നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക, അവൻ്റെ മുലകുടി മാറട്ടെ, കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി. അപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുക്കുക, നീ സമയമാകുമ്പോൾ കൊണ്ടുപോയാൽ മതി കൊച്ചിനെ. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുക, കർത്താവിനോടുള്ള വാക്ക് നീ നിറവേറ്റിയാൽ മതി. ഇതാണ് നല്ല ഭർത്താവ്. അങ്ങനെ പറഞ്ഞു. മുലകുടി മാറുന്നത് വരെ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് 27 ഈ ഹന്ന കൊച്ചിനെ കൊണ്ട് ചെല്ലുക, ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് പറയാണ്, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് ആജീവനാന്തം കർത്താവിനുള്ളവനാണെന്ന് അമ്മ അപ്പനും തീരുമാനിച്ച് സമർപ്പിച്ചു. അപ്പം നമ്മളൊരു കൊച്ചു ജനിച്ചു വീഴുമ്പോൾ എന്നതാ സമർപ്പിക്കണേ, ഇവനൊരു ഡോക്ടറാകണം, ഇവനൊരു എൻജിനീയർ ആകണം, ഇവൻ നേഴ്സാകണം, അല്ല ഇവള് നേഴ്സാകണം, വിദേശത്ത് പോകണം, പൈസ ഉണ്ടാക്കണം. ഇവിടെ കണ്ട കുഞ്ഞിനെ കൊണ്ട് ആജീവനാന്തം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അതുപോലെ തിരുക്കുടുംബം തന്നെയാണെങ്കിലും ശരിക്കും തിരുക്കുടുംബം സഭയുടെ അന്നത്തെ കാലഘട്ടത്തിൽ ആ യഹൂദ അവരുടെ വംശത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും അനുസരിക്കുന്നുണ്ട്. കാരണം ഈശോയെ 12 വയസ്സിൽ കാണാതെ പോകുന്ന അവർ ദേവാലയത്തിലേ പോകുന്നുണ്ടല്ലോ. 2-ാം അധ്യായത്തിലുണ്ട് ലൂക്കാടസ്. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. ആണ്ടുതോറും അവർ പതിവ് തെറ്റിക്കാതെ ആ നിയമങ്ങൾ അവരനുസരിച്ച് പോകുന്ന കുടുംബമാണ്. അങ്ങനെ അവിടെ ചെന്ന് ആരുടെ അമ്മയുടെ സംരക്ഷണം, അവിടെ വെച്ച് ഈശോയെ കാണാതെ പോകുന്ന അവർ തിരിച്ചു ചെന്ന് കണ്ടുമുട്ടുന്നു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അമ്മയാണ് അവിടെ ശിക്ഷണം നൽകുന്നത്, പരിശുദ്ധ അമ്മയാണ്. ഈശോയോട് ചോദിക്കുവാണ്, നീ എന്നാ ഇങ്ങനെ ചെയ്തത്? സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലും അപ്പനാ
ഇടി പിടി അടി ദോഷ എല്ലാം കൂടെ അല്ലെ പറയും, രണ്ടെണ്ണം കൊടുത്തേ അല്ലേ ഇവൻ പറഞ്ഞ അനുസരിച്ചിട്ടെന്നും പറഞ്ഞ്. ഇവിടെ അമ്മ ശാന്തതയോടെ പറയാം, മോനെ നീ എന്താ ഇങ്ങനെ ചെയ്തേ, എൻ്റെ അപ്പനും ഞാനും എന്ത് വിഷമിച്ചു. അതുപോലെ അപ്പനോട് നല്ല റെസ്പെക്ട്, അപ്പനും ഞാനും അതാണ്. അപ്പന് അവിടെ മുൻതൂക്കം കൊടുക്കുന്നു, ആ ബഹുമാനം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ അത് വായിച്ച് പഠിക്കണം നമ്മൾ. അപ്പം അവിടെ ആണ്ടുതോറും ക്രമം തെറ്റാതെ ദൈവിക നിയമങ്ങളും അന്നത്തെ ആചാരങ്ങളും മതാചാരങ്ങളും എല്ലാം മോശയുടെ നിയമം അനുസരിച്ച് അക്ഷരം പ്രതി അനുസരിച്ച് വന്ന കുടുംബത്തിലാണ് ഈശോ ജനിച്ചു വളരുന്നത്. അപ്പോൾ ഈശോ അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരോടൊപ്പം പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പം ശരിക്കും നമ്മുടെ മക്കൾ വളരേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ ആ മക്കളെ വളർത്തി വലുതാക്കാനാണ് നമ്മുടെ ദൗത്യം. അതിന് തെളിവായിട്ട് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ സൂസന്നയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? യോവാക്കിയുടെ ഒരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. അപ്പം ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. സൂസന്നയുടെ ഇതെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കൂട്ടുകാർ സുഹൃത്തുക്കൾ 2 ശ്രേഷ്ഠന്മാർ അവിടെ ചർച്ചയ്ക്കൊക്കെ വന്നു. സൂസന്നയെ കണ്ടു, മോഹം തോന്നി. അവൾ കുളിക്കാൻ പോയപ്പോൾ ഉദ്യാനത്തിലിരുന്നു, വാതിലടച്ചു വന്നിട്ട് ഇവരുടെ കൂടെ ശയിക്കാൻ പറഞ്ഞു. സൂസന്ന സമ്മതിച്ചില്ല. സൂസൻ അന്നേരം ഇവർ പറഞ്ഞു, നീ വേറൊരാളുടെ കൂടെ ശയിക്കണം കണ്ടു എന്ന് പറയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഇവർക്ക് വഴങ്ങിയില്ല. ഇവൾ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇത് ശ്രേഷ്ഠന്മാരാണ്. ഇവർ ചെന്ന് നാട്ടിൽ ചെന്ന് പറയുക, ഇവളിങ്ങനെ മോശമായിട്ട് ജീവിക്കുന്ന കണ്ടു എന്ന്, അവിഹിതമായ ബന്ധം കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എല്ലാവരും. അങ്ങനെ ഭീഷണിപ്പെടുത്തി. അതല്ല, എൻ്റെ കൂടെ ഇവരുടെ കൂടെ ശയിക്കുകയാണെങ്കിൽ വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ സൂസന്ന സമ്മതിച്ചില്ല. പക്ഷെ അവളെ മരണത്തിന് വിധിച്ചു. എങ്കിലും അവളെ കർത്താവ് രക്ഷിച്ചു. അവിടുന്ന് ദാനിയേലിലൂടെ അവിടെ സംസാരിച്ച് അവിടുന്ന് വിസ്തരിച്ച് രക്ഷപ്പെടുത്തുന്നത് നമുക്കറിയാം, അതൊക്കെ അറിയാമല്ലോ. പക്ഷെ അതെന്തുകൊണ്ടാണ് ചെയ്തതെന്നറിയാം? മക്കളുണ്ട്, ഭാര്യയായി ജീവിക്കണം, സുന്ദരിയാണ്, ശ്രേഷ്ഠന്മാരുടെ പ്രലോഭനം വന്നു. എന്നിട്ടും എന്തേ സമ്മതിക്കാതിരുന്നേ? ഒരൊറ്റ കാര്യമാണ്. അവിടെ 3-ാം അധ്യായം സൂസന്നെ അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സൂസന്ന. അത്രേ ശക്തമായ പ്രലോഭനവും ഭീഷണിയും അവളുടെ മരണം വരെ മുന്നിൽ കണ്ടിട്ടും പാപം ചെയ്യാൻ അവൾ കൂട്ടാക്കിയില്ല. ഇതാണ് ഒരമ്മ, ഇതാ ഒരു മാതൃത്വം, ഇതാണ് ഒരു ഭാര്യ. ഇതെന്തുകൊണ്ടാണ്? ഈ സൂസന്നയുടെ മാതാപിതാക്കൾ ശൈശവത്തിൽ തന്നെ മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് ഈ കൊച്ചിനെ വളർത്തി. അതവിടെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് പിന്തിരിയല്ല. ഇന്ന് പത്രം എടുത്താൽ എന്നതാ കാണുന്നത്? ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ക്രൂരത കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവിഹിത ബന്ധത്തിൽ ചെന്നുപെടുന്ന പത്രത്തിൽ നോക്കിയാൽ ഇപ്പോൾ സ്ത്രീകളാണ്. കൊച്ചുങ്ങളെ 2-3 ഉള്ളതിനെ ഇട്ടേച്ച് 2-3 ഉള്ള പിള്ളേരുള്ള പുരുഷൻ്റെ കൂടെ പോണു. കൊച്ചുങ്ങളെ കൊന്നു കളയണു, കാമുകൻ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു. എന്തായാലും ആ സ്ത്രീകളുടെ ക്രൂരത ഇന്ന് പത്രം എടുത്താൽ നമുക്ക് പത്രം വായിക്കാൻ പറ്റില്ല. പണ്ട് സ്ത്രീകൾക്ക് ഇത്ര ക്രൂരതയില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കാൻ ഈ സ്ത്രീകളുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. ഇനി ഈശോയോട് മാപ്പ് പറയുക, കർത്താവെ പറ്റിയില്ല, മക്കളെ ദൈവിക സ്നേഹത്തിൽ വളർത്താൻ സാധിച്ചില്ല എന്ന് ഏറ്റു പറയണം. ഏറ്റു പറയുമ്പോൾ അവൻ വിശ്വസ്തനും നീതിമാനുമായ നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകല അനീതിയിൽ നിന്ന് മോചിപ്പിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളെ നമുക്ക് ശരിയായ രീതിയിൽ ഈശോയുടെ സ്നേഹം കൊടുത്ത് വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മാപ്പ് പറയുക. വീണ്ടും ഈ മക്കളെ ദൈവിക സ്നേഹത്തിൽ ജ്ഞാനത്തിൽ വളർത്താനുള്ള കൃപ ഞങ്ങൾക്കും സകല മാതാപിതാക്കൾക്കും നൽകണേ എന്ന് നമ്മൾ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തി കരഞ്ഞപേക്ഷിക്കണം. എല്ലാ ദിവസവും വചനം വായിച്ച് കഴിയുമെങ്കിൽ കൂദാശ ജീവിതം നയിക്കണം. അതായത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ പറ്റുക, അതും ചെയ്തു വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാളെ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശൈശവത്തിൽ തന്നെ നടക്കുക. അപ്പോൾ ഇത് ഈ സ്പോഞ്ചിൻ്റെ സ്വഭാവമായിട്ടിരിക്കുന്ന അതിനെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ പെട്ടാൽ വ്യത്യസ്ത ശീലമായി പോകും, നല്ല ക്ലാസ്സായി പോകും. ഇനി നിങ്ങൾ വന്നതല്ലേ,
നല്ല ഇത് നല്ല ആൾക്കാർക്ക് മനസ്സിലാവും. അഞ്ചേച്ചി ഇതൊക്കെ എങ്ങനെയാ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു അതൊക്കെ കർത്താവ് തരുന്ന ജ്ഞാനം. അതൊക്കെ അതിൻ്റെ രഹസ്യമൊന്നും പറയില്ല. പ്രാർത്ഥിക്കുക. അതെ, എനിക്കും വേണ്ടി നിങ്ങൾ വാദിക്കുക. പിന്നെ ഒരു ചായയൊക്കെ ഇടാം. ഇവിടെ വേറെ ആരുമില്ല, ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ടു. അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടാ. വാ വാ വാ.